Hello viewers, this is Gayatri Shankar. Welcome back to my YouTube channel. So if you're new here, please check out my old videos and if you like them, please like, share, subscribe and support me. അപ്പോൾ നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ പഠിച്ച കാര്യങ്ങൾ വെച്ചിട്ട് നമ്മൾ അടുത്ത പോർഷനിലേക്ക് കടക്കുകയാണ്. സോ ഇഫ് യു ഹാവൻ വാച്ച് ദാറ്റ് വീഡിയോ പ്ലീസ് ഗോ ബാക്ക് ഇൻ ടു ദ പ്ലേലിസ്റ്റ് ആൻഡ് വാച്ച് ഇറ്റ്. കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ എനർജി ഡയഗ്രംസ് വെച്ചിട്ട് ഹോമോ ലൂമോയും കമ്പയർ ചെയ്ത് ഡോണർ എബിലിറ്റി അക്സെപ്റ്റർ എബിലിറ്റി എന്നുള്ള രണ്ട് ടേംസ് പഠിച്ചു. അത് ഹൈബ്രിഡ് ഓർബിറ്റൽസിൽ എങ്ങനെയാണ് എന്നുള്ളതൊക്കെ നമ്മൾ പഠിച്ചു. ഇന്ന് നമ്മൾ ആ രണ്ട് ടേംസിന് പുതിയ രണ്ട് പേര് കൊടുക്കുകയാണ്, വിച്ച് വിൽ ബി അസിഡിറ്റി ആൻഡ് ബേസിസിറ്റി. അപ്പോൾ ലെറ്റ്സ് സ്റ്റാർട്ട്. കമ്മിങ് ടു ആസിഡിറ്റി ആൻഡ് ബേസിസിറ്റി, നമുക്ക് എപ്പോഴും അറിയാം ലൂയിസ് ആസിഡ് കോൺസെപ്റ്റിൽ വെച്ചിട്ട് നമുക്കൊരു ആസിഡ് എന്ന് പറയുമ്പോൾ എപ്പോഴും തനിക്ക് ഇലക്ട്രോൺസിന്റെ കുറവുള്ള ഒരാളാണ്. അപ്പൊ ഇലക്ട്രോൺസ് ഗെയിൻ ചെയ്യാനുള്ള ഒരു ടെൻഡൻസി ആണുള്ളത്. അപ്പൊ അതിനെ അക്സെപ്റ്റ് ചെയ്യാനുള്ള കഴിവാണുള്ളത്. അങ്ങനെ നോക്കുകയാണെങ്കിൽ നമുക്ക് അക്സെപ്റ്റർ എബിലിറ്റിയെ ഇനി മുതൽ അസിഡിറ്റി എന്ന് വിളിക്കാം. ഇനി അങ്ങോട്ടുള്ള ക്ലാസ്സുകളിലും നമ്മൾ അക്സെപ്റ്റർ എബിലിറ്റി എന്നുള്ള വാക്കിന് പകരം കൂടുതൽ ഉപയോഗിക്കുന്നത് അസിഡിറ്റി ഓഫ് ദി മോളിക്യൂൾ എന്നായിരിക്കും. സോ നൗ വിൽ ബി കൺവേർട്ടിംഗ് അക്സെപ്റ്റർ എബിലിറ്റി ടു അസിഡിറ്റി. എപ്പോഴും അസിഡിറ്റി കൂടുതലുള്ള ഒരു മോളിക്യൂളിന്റെ താല്പര്യം ന്യൂക്ലിയോഫൈലും ആയിട്ട് റിയാക്ട് ചെയ്യാൻ വേണ്ടിയിട്ടായിരിക്കും. അപ്പൊ നിങ്ങൾക്ക് ഒരു മോളിക്യൂൾ തന്നിട്ട് ന്യൂക്ലിയോഫൈലും ഇലക്ട്രോഫൈലും തന്നിട്ട് ഇതിൽ ഏതായിരിക്കും ബെറ്റർ എന്ന് ബെറ്റർ റിയാക്ഷൻ എന്ന് ചോദിക്കുകയാണെങ്കിൽ പോസിബിളി യു വിൽ ജസ്റ്റ് ഹാവ് ടു ലുക്ക് ഇൻ ടു വെദർ ഇറ്റ് ഇസ് അസിഡിക് ആണെങ്കിൽ ഓബ്വിയസ്ലി ആരുമായിട്ടായിരിക്കും റിയാക്ട് ചെയ്യുന്നത്, ന്യൂക്ലിയോഫൈലുമായിട്ട് റിയാക്ട് ചെയ്യും. എക്സാമ്പിൾസ് അമോണിയ ഉണ്ട്, OH- ഉണ്ട്. നമ്മൾ ന്യൂക്ലിയോഫൈൽസിനെ പറ്റിയിട്ട് ഡീറ്റെയിൽ ആയിട്ട് പഠിക്കും. ജസ്റ്റ് നോ ദാറ്റ് ഇവരൊക്കെ ന്യൂക്ലിയോഫൈൽസ് ആണ്. അപ്പം നിങ്ങൾക്ക് ഇതിൽ കാണാൻ സാധിക്കുന്ന ഒരു ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത് ഇസ് ടു പ്രെഡിക്ട് ന്യൂക്ലിയോഫിലിക് അഫിനിറ്റി ഓഫ് സം മോളിക്യൂൾസ്. കുറേ മോളിക്യൂൾസ് തരും, ഏതെങ്കിലും ഒരു ന്യൂക്ലിയോഫൈൽ തരും. ഈ മോളിക്യൂൾസിൽ ന്യൂക്ലിയോഫൈലുമായിട്ട് അറ്റാക്ക് ചെയ്യാനുള്ള ടെൻഡൻസിയുടെ ഇൻക്രീസിങ് അല്ലെങ്കിൽ ഡിക്രീസിങ് ഓർഡറിൽ പറയും. അല്ലെങ്കിൽ രണ്ടെണ്ണം തന്നിട്ട് A ആണോ B ആണോ എന്ന് ചോദിക്കും. അപ്പൊ അങ്ങനെയുള്ള ക്വസ്റ്റ്യൻസ് ഒക്കെയാണ് നിങ്ങൾക്ക് ഈ ഒരു പോർഷനിൽ നിന്ന് എക്സ്പെക്ട് ചെയ്യാവുന്നത്. അതുപോലെ അസിഡിറ്റി നമുക്കറിയാം, ഡോണർ എബിലിറ്റി എന്താണെന്ന് അറിയാം അല്ലെ. ഒരു ഹൈ ലൈൻ ഹോമോയിലാണ് ഇലക്ട്രോൺസ് ഉണ്ടെങ്കിൽ അതിന് വിട്ടുപോകാൻ എളുപ്പമാണ്. നമ്മുടെ അമോണിയയുടെ തന്നെ എക്സാമ്പിൾ ആക്കി എടുത്താൽ മതി. അമോണിയക്ക് എക്സസ് ആയിട്ട് ഇലക്ട്രോൺസ് ഉണ്ട്, അപ്പൊ അത് ഡൊണേറ്റ് ചെയ്യാൻ താല്പര്യപ്പെട്ട് നിൽക്കുന്ന ഒരാളാണ്. അതുകൊണ്ട് തന്നെ നമ്മൾ അതിനെ ബേസിക് എന്നാണ് വിളിക്കുന്നത്. അതുകൊണ്ട് ഇനി മുതൽ നമ്മൾ ഡോണർ എബിലിറ്റി എന്നുള്ള ടേം ബേസിസിറ്റി എന്നുള്ള ടേം ആയിട്ടാണ് കൺവേർട്ട് ചെയ്യുന്നത്. നമ്മൾ ഡോണർ എബിലിറ്റി എന്നുള്ള ടേം ഇനി അങ്ങോട്ട് യൂസ് ചെയ്യില്ല. നിങ്ങൾക്ക് മനസ്സിലാവാൻ വേണ്ടി ഞാൻ യൂസ് ചെയ്യും, ബട്ട് നിങ്ങളുടെ ക്വസ്റ്റ്യൻ പേപ്പറിൽ ഡോണർ എബിലിറ്റി എന്നൊന്നും ഒരിക്കലും ആരും നിങ്ങൾക്ക് അങ്ങനെ ഒരു ക്വസ്റ്റ്യൻ എക്സ്പെക്ട് ചെയ്യേണ്ട ആവശ്യമില്ല. എപ്പോഴും ബേസിസിറ്റി കൂടിയ ഒരാള് ഇലക്ട്രോഫൈലുമായിട്ടായിരിക്കും അറ്റാക്ക് ചെയ്യുന്നത്, റിയാക്ഷൻ ചെയ്യാൻ കൂടുതൽ താല്പര്യപ്പെടുന്നത്. നമ്മുടെ ഓർഗാനിക് കെമിസ്ട്രിയെ സംബന്ധിച്ച് വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു ഇലക്ട്രോഫൈലാണ് പ്രോട്ടോൺ. നിങ്ങൾക്കറിയാം പലയിടത്തും പ്രോട്ടോണേഷൻ ചെയ്യേണ്ടി വരും. നമ്മൾ ചില സ്റ്റെപ്പിൽ ഇടയ്ക്ക് പ്രോട്ടോണേഷൻ നടക്കും, ലാസ്റ്റ് പ്രോട്ടോണേഷൻ നടക്കും, വർക്കപ്പിൽ പ്രോട്ടോണേഷൻ നടക്കും. സോ പ്രോട്ടോണേഷൻ ഇസ് എ വെരി ഇമ്പോർട്ടന്റ് റിയാക്ഷൻ ഇൻ ഓർഗാനിക് കെമിസ്ട്രി. അതുകൊണ്ട് നിങ്ങൾക്ക് ഇതിൽ എക്സ്പെക്ട് ചെയ്യാവുന്ന ക്വസ്റ്റ്യൻസ് എന്ന് പറയുന്നത് പ്രോട്ടോണേഷൻ ടെൻഡൻസി, ഒരുപാട് മോളിക്യൂൾസിനെ തന്നിട്ട് ഈ മോളിക്യൂൾസിനെ അറേഞ്ച് ഇൻ ദി ഓർഡർ ഓഫ് പ്രോട്ടോണേഷൻ ടെൻഡൻസി എന്ന് തരാറുണ്ട്. പിന്നെ ഒരു മോളിക്യൂൾ തന്നെ പല ഭാഗത്ത് പല രീതിയിലുള്ള ഫങ്ഷണൽ ഗ്രൂപ്പ്സ് വന്നിട്ട് ഇതിൽ ഏത് ഫങ്ഷണൽ ഗ്രൂപ്പിലായിരിക്കും പ്രോട്ടോണേഷൻ സംഭവിക്കുക എന്ന് നിങ്ങൾ പ്രഡിക്റ്റ് ചെയ്യാനൊക്കെ ഉള്ള ക്വസ്റ്റ്യൻസ് നിങ്ങൾക്ക് എക്സ്പെക്ട് ചെയ്യാം. ഇത് സെറ്റിന് മാത്രമല്ല നെറ്റിനും ആപ്ലിക്കബിൾ ആണ്. അതുപോലെ ഇലക്ട്രോഫിലിക് അഫിനിറ്റി സെയിം ആസ് പ്രോട്ടോണേഷൻ. അവിടെ പ്രോട്ടോൺ ആണെങ്കിൽ നമ്മൾ ഇലക്ട്രോഫൈലിനെ പറ്റി സംസാരിക്കുന്നു. ഇലക്ട്രോഫിലിക് അഫിനിറ്റി ഈ പറയുന്ന മോളിക്യൂളിൽ ഏതാണ് എന്നുള്ള ക്വസ്റ്റ്യൻസ് എല്ലാം നിങ്ങൾക്ക് എക്സ്പെക്ട് ചെയ്യാം. സോ ദിസ് ഇസ് ദ ബിഗ് പിക്ചർ ഓഫ് ആസിഡിറ്റി ആൻഡ് ബേസിസിറ്റി. അപ്പൊ കഴിഞ്ഞ ക്ലാസ്സിലെ വീഡിയോ കണ്ടിട്ടില്ലെങ്കിൽ അത് കണ്ടിട്ട് തിരിച്ചു വരണം. അപ്പൊ കുറച്ചുകൂടെ നിങ്ങൾക്ക് ബെറ്റർ ആയിട്ട് മനസ്സിലാവും. നൗ വിൽ ഗോ ഇൻ ടു എ പ്രോബ്ലം. ഓക്കെ, നൗ സോ കമ്മിങ് ടു ദിസ് ക്വസ്റ്റ്യൻ, ഇവിടെ ചോദിച്ചിരിക്കുന്നത് വിച്ച് ഇസ് മോർ ബേസിക്. രണ്ട് മോളിക്യൂൾ തന്നിട്ടുണ്ട് A ആൻഡ് B ആൻഡ് വിച്ച് ഇസ് മോർ ബേസിക് എന്നുള്ളതാണ്. ഇവിടെ നമ്മൾ ബേസിസിറ്റി അല്ലെങ്കിൽ ബേസിക് എന്ന് കാണുമ്പോൾ ഡൗട്ട്സ് ആൻഡ് കൺഫ്യൂഷൻസ് ഉണ്ടാവേണ്ട ആവശ്യമില്ല. കാരണം നൗ വി നോ ഡോണർ എബിലിറ്റിനെയാണ് ഇവര് ബേസിസിറ്റി എന്ന് വിളിക്കുന്നത്. നമ്മൾ ഡോണർ എബിലിറ്റിനെ പറ്റിയിട്ട് കഴിഞ്ഞ ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്ത് കഴിഞ്ഞതാണ്. ഇവിടെ കഴിഞ്ഞ ക്ലാസ്സിൽ ഞാൻ ഒരു കാര്യം പറഞ്ഞു, രണ്ട് മോളിക്യൂളിലും സിമിലർ ആയിട്ടുള്ള സാധനങ്ങളെ നമുക്ക് നെഗ്ലക്ട് ചെയ്യാം. കാരണം പലപ്പോഴും ആ സിമിലർ അല്ലാത്ത കാര്യങ്ങളെ നമുക്ക് കമ്പയർ ചെയ്യാനാണ് എളുപ്പം. ഇവിടെ രണ്ടിടത്തും ഉള്ളതാണ് സൈക്ലോഹെക്സേൻ റിങ്സ്. സോ ഇത് നമുക്ക് എന്ത് ചെയ്യേണ്ട, കമ്പയർ ചെയ്യേണ്ട ആവശ്യമില്ല. ഇനി നമുക്ക് കമ്പയർ ചെയ്യേണ്ടവരാരാണ്?
ഒരു സിഗ്മ ബോണ്ടും NH2 വിത്ത് ലോൺ പെയർ. ഇവിടെ ഡബിൾ ബോണ്ട് ആൻഡ് NH വിത്ത് 2 ലോൺ പെയർസ്. അപ്പം ലോൺ പെയർ. അപ്പം ഈ രണ്ട് കാര്യങ്ങളെയാണ് നമുക്ക് എന്ത് ചെയ്യേണ്ടത്, കമ്പയർ ചെയ്യേണ്ടത്. നമ്മൾ ഇവരെ നോക്കുകയാണെങ്കിൽ നമ്മുടെ NH2 വിത്ത് ലോൺ പെയർ ആൻഡ് സിഗ്മ ബോണ്ട് എന്ന് പറയുന്നത് sp3 ഹൈബ്രിഡൈസ്ഡ് ആണ്. ഐ ഹോപ്പ് യു നോ ഹൗ ടു ഫൈൻഡ് ദി ഹൈബ്രിഡൈസേഷൻ. ഇഫ് നോട്ട്, ഞാൻ ഇനോർഗാനിക്കിൽ ഇത് ഡീറ്റെയിൽഡ് ആയിട്ട് ഡിസ്കസ് ചെയ്യുന്നതായിരിക്കും. അപ്പോൾ NH2 നമുക്ക് എന്താണ്, നൈട്രജൻ ആണ് ഇവിടെ സെൻട്രൽ ആറ്റം ആൻഡ് ഹൈബ്രിഡൈസേഷൻ എന്ന് പറയുന്നത് sp3 ആണ്. ഇവിടെ നോക്കൂ, ഇതൊരു ഡബിൾ ബോണ്ടുമായിട്ടാണ് ബന്ധിപ്പിച്ചിരിക്കുന്നത് നൈട്രജനെ. നമുക്ക് എപ്പോഴും അറിയാം ഡബിൾ ബോണ്ടുമായിട്ട് ബന്ധിപ്പിച്ചിരിക്കുകയാണെങ്കിൽ അതെന്തായിരിക്കും, sp2 ഹൈബ്രിഡൈസ്ഡ് ആയിരിക്കും. അപ്പൊ ഇവിടുത്തെ നൈട്രജൻ എന്ന് പറയുന്നത് sp2 ഹൈബ്രിഡൈസ്ഡ് ആണ്. നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ പഠിച്ചത് വെച്ചിട്ട് ഡോണർ എബിലിറ്റി എങ്ങനെയാണ് ഇൻക്രീസ് ചെയ്യുന്നത്, എപ്പോഴും പീക്ക് ആയിരിക്കും ഹയസ്റ്റ്. അത് കഴിഞ്ഞാൽ പിയുടെ നമ്പർ കൂടുതലുള്ള ഹൈബ്രിഡ് ഓർബിറ്റൽസിലായിരിക്കും. സോ ഇതാണ് നമ്മൾ പഠിച്ച ഓർഡർ ഓഫ് ഡോണർ എബിലിറ്റി. ഡോണർ എബിലിറ്റി തന്നെയാണ് ബേസിസിറ്റി. അപ്പൊ ഇവിടെ നമ്മൾ കമ്പയർ ചെയ്യുന്നത് sp3 ആണോ sp2 ആണോ മോർ ബേസിക് എന്നുള്ളതാണ്. ഒബ്വിയസ്ലി ആരായിരിക്കും മോർ ബേസിക്, sp3 ആയിരിക്കും. സോ വി ക്യാൻ സേ മോളിക്യൂൾ A ഇസ് മോർ ബേസിക് ദാൻ മോളിക്യൂൾ B. ഇതൊരു സിമ്പിൾ ക്വസ്റ്റ്യൻ ആണ്, ബേസിസിറ്റി മനസ്സിലാവാൻ വേണ്ടിയിട്ട് ഇട്ടൊരു ക്വസ്റ്റ്യൻ ആണ്. നൗ വിൽ ലുക്ക് ഇൻ ടു അനദർ ക്വസ്റ്റ്യൻ. ലുക്കിംഗ് ഇൻ ടു ദിസ് ക്വസ്റ്റ്യൻ, നമുക്ക് ഇവിടെ ഒരു അമൈഡ് തന്നിട്ടുണ്ട് അല്ലെ, C ഡബിൾ ബോണ്ട് O ആൻഡ് an NH2. നൗ ദിസ് ഇസ് an amide. അമൈഡിലേക്ക് നമ്മൾ എന്താണ് ആഡ് ചെയ്യുന്നത്, ഒരു പ്രോട്ടോൺ ആണ് ആഡ് ചെയ്യുന്നത്, വിച്ച് ഇസ് an ഇലക്ട്രോഫൈൽ അല്ലെ. പ്രോട്ടോൺ ഇസ് an ഇലക്ട്രോഫൈൽ. ഇവിടെ എവിടെയാണ് അമൈഡില് പ്രോട്ടോൺ ആഡ് ചെയ്യുന്നതെന്ന് നിങ്ങൾ പറയണം. ഈ വീഡിയോ പോസ് ചെയ്തിട്ടൊന്ന് ചെയ്തു നോക്കൂ. പ്രോബബ്ലി നിങ്ങൾ കഴിഞ്ഞ ക്ലാസ്സിൽ പഠിച്ച ചില കാര്യങ്ങൾ വെച്ചിട്ട് ഇത് ചെയ്യാൻ സാധിക്കും. ബട്ട് നമ്മൾ ഇതിലൊരു പുതിയ കോൺസെപ്റ്റും കൂടെ പഠിക്കുന്നുണ്ട്. സോ നൗ കമ്മിങ് ഇൻ ടു ദിസ് മോളിക്യൂൾ, ഇവിടെ നമ്മളൊരു പുതിയ കോൺസെപ്റ്റ് പഠിക്കുകയാണ്, ഡീലോക്കലൈസേഷൻ. ഡീലോക്കലൈസേഷൻ നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാവുന്ന കോൺസെപ്റ്റ് ആയിരിക്കും. ശരിക്കും നമ്മൾ ഇവിടെ രണ്ട് ലോൺ പെയറിനെ മീൻസ് ഒരു രണ്ട് ഇലക്ട്രോൺസ് ഒരു ലോൺ പെയറിനെ കാണുമ്പോൾ നമ്മുടെ ഇമ്മീഡിയറ്റ് ടെൻഡൻസി ഇസ് ദാറ്റ് ഈ പ്രോട്ടോണിനെ കൊണ്ട് ഈ ലോൺ പെയറിലേക്ക് ആഡ് ചെയ്യിക്കുക എന്നുള്ളതാണ്. ബിക്കോസ് വി നോ നോൺ ബോണ്ടിങ് നോൺ ബോണ്ടിങ് ഇലക്ട്രോൺസിനെയാണ് പൈനേക്കാളും സിഗ്മയെക്കാളും കൂടുതൽ ഇലക്ട്രോഫൈൽസ് അറ്റാക്ക് ചെയ്യുക അല്ലെ. അപ്പൊ ആ ഒരു കോൺസെപ്റ്റ് വെച്ചിട്ട് നിങ്ങൾ ചിലപ്പോൾ പെട്ടെന്ന് ഈ പ്രോട്ടോണിനെ എന്ത് ചെയ്യും, നമ്മുടെ അമൈഡിലെ NH2 ആഡ് ചെയ്യാനുള്ള ചാൻസ് ഉണ്ട്. ബട്ട് പ്ലീസ് ഡോണ്ട് ഡു ദിസ്. അവിടെയാണ് നമ്മുടെ ഡീലോക്കലൈസേഷൻ എന്നുള്ള കോൺസെപ്റ്റ് വരുന്നത്. എപ്പോഴാണോ രണ്ട് ഇലക്ട്രോൺസിന് ഡീലോക്കലൈസ് ചെയ്യാൻ പറ്റുക, അത് ഡീലോക്കലൈസ് ചെയ്തിരിക്കും എന്നുള്ളതാണ്. സോ ഹിയർ ദിസ് അഡിഷൻ വോണ്ട് ഹാപ്പൻ. പകരം നോക്കിക്കേ, ഈ ഇലക്ട്രോൺസ് ഇങ്ങോട്ട് ചാടും, ഈ ഇലക്ട്രോൺസ് ഓക്സിജന്റെ മുകളിലേക്ക് ചാടും. അതോടൊപ്പം നിങ്ങൾക്ക് ഇവിടെ ഒരു ഡൗട്ട് വരാവുന്ന മറ്റൊരു കാര്യമാണ്, ഇവിടുത്തെ നോൺ ബോണ്ടിങ് ഇലക്ട്രോൺസ് മാത്രമല്ല, ഈ ലോൺ പെയർ നോൺ ബോണ്ടിങ് ഇലക്ട്രോൺസ് മാത്രമല്ല, നമ്മുടെ ഓക്സിജന്റെ കൂടെയും എന്താണ് നോൺ ബോണ്ടിങ് ഇലക്ട്രോൺസ് ഉണ്ട് അല്ലെ. അപ്പം ഹൈഡ്രജന് ഈ പ്രോട്ടോൺ ആക്ച്വലി രണ്ട് ഓപ്ഷൻസ് ഉണ്ട്. NH2 കൂടെ ആഡ് ചെയ്യാം, നോൺ ബോണ്ടിങ് ഇലക്ട്രോൺസ് ആയിട്ട് ആഡ് ചെയ്യാം, ഓക്സിജന്റെ നോൺ ബോണ്ടിങ്ങുമായിട്ട് എന്ത് ചെയ്യാം, റിയാക്ട് ചെയ്യാം. പക്ഷെ അതെപ്പോഴും നൈട്രജനെ ചൂസ് ചെയ്യുള്ളൂ. അതിന്റെ റീസൺ എന്താണ്, നമ്മൾ കഴിഞ്ഞ ദിവസം എനർജി ഡയഗ്രത്തിൽ പഠിച്ച സിമ്പിൾ ഒരു കാര്യമാണ്. എന്താണ്, ഇലക്ട്രോൺ നെഗറ്റിവിറ്റി ഓഫ് ഓക്സിജൻ is higher അല്ലെ. electronegativity of oxygen is higher than electronegativity of nitrogen. അപ്പൊ തന്റെ ഇലക്ട്രോൺസിനെ ഓക്സിജൻ കുറച്ചുകൂടി അടുത്തേക്ക് പിടിച്ചു വെക്കും, നൈട്രജൻ അതേസമയം കുറച്ചുകൂടെ ലൂസ്ലി ആണ് വിട്ടേക്കുന്നത്. ഇലക്ട്രോഫൈലിന് എപ്പോഴും ഇലക്ട്രോൺസ് എടുക്കാൻ എളുപ്പം എവിടെയാണ്, കുറച്ചുകൂടെ അൺസ്റ്റേബിൾ ആയിട്ടുള്ള അല്ലെങ്കിൽ ഒരുപാട് റെസ്ട്രിക്ഷൻസ് ഇല്ലാത്ത ഇലക്ട്രോൺസിനെ പിടിച്ചുകൊണ്ട് പോകാനാണ് എളുപ്പം. അപ്പം എപ്പോഴും അത് ഇലക്ട്രോനെഗറ്റിവിറ്റി കുറഞ്ഞ ആറ്റത്തിന്റെ അടുത്തേക്ക് പോയി ഇലക്ട്രോൺസിനെ സ്വീകരിക്കുകയുള്ളൂ. അതുകൊണ്ടാണ് ഡയറക്ട്ലി ഓക്സിജനുമായിട്ട് ഇത് അറ്റാക്ക് ചെയ്യാത്തത്. ഇത് ആദ്യം എന്താണ് അറ്റാക്ക് ചെയ്തത്, നൈട്രജനായിട്ട്. പക്ഷെ ബട്ട് സ്റ്റിൽ നമുക്ക് എന്ത് പറയാൻ പറ്റില്ല, നൈട്രജനുമായിട്ട് അത് അടുത്തേക്ക് പോവില്ല. കാരണം വി ലുക്ക് ഇൻ ടു ദ കോൺസെപ്റ്റ് ഓഫ് ഡീലോക്കലൈസേഷൻ. ഈ ഇലക്ട്രോൺസ് എന്ത് ചെയ്യും, ഇങ്ങോട്ട് പോവും ഒബ്വിയസ്ലി. അപ്പം ഈ ഇലക്ട്രോൺസ് എന്ത് ചെയ്യും, നമുക്ക് അറിയാം നമ്മുടെ കാർബണിന് എത്ര വാലൻസിയെ വരാൻ പാടുള്ളൂ, 4 വരാൻ പാടുള്ളൂ. അപ്പൊ ഇയാളും കൂടെ ഇവിടെ വന്നു കഴിഞ്ഞാൽ ഇവിടെ 5 ആയി. അപ്പൊ ഈ ഇലക്ട്രോൺ എന്ത് ചെയ്യും, മുകളിലേക്ക് പോകും. ചുരുക്കം പറഞ്ഞാൽ നൗ ദിസ് റീഅറേഞ്ചസ് ഇൻ ടു ദിസ്. ഇങ്ങനെ റീഅറേഞ്ച് ചെയ്യും. നൗ നമ്മുടെ
നെഗറ്റീവ് ചാർജ് എന്ന് പറയുന്നത് ഇസ് ഓബ്വിയസ്ലി 2 ഇലക്ട്രോൺസിനെയാണ് ആ നെഗറ്റീവ് ചാർജ് റെപ്രസെന്റ് ചെയ്യുന്നത്, ഇസ് നോൺ ബോണ്ടിങ്. ഇവിടെ പ്രത്യേകിച്ച് യാതൊരു ഇലക്ട്രോൺസിനെയും എന്ത് ചെയ്യാനില്ല, പ്രോട്ടോണിന് സ്വീകരിക്കാനില്ല. അതേസമയം ഇവിടെ നോൺ ബോണ്ടിങ് ഇലക്ട്രോൺസ് ഉണ്ട്, അതിനിപ്പം ആരുമായിട്ട് കമ്പീറ്റ് ചെയ്യാനില്ല. നേരത്തെ നമ്മൾ നോക്കിയത് ഇലക്ട്രോണെഗറ്റിവിറ്റി ഓഫ് ഓക്സിജനും ഇലക്ട്രോണെഗറ്റിവിറ്റി ഓഫ് നൈട്രജനും തമ്മിലാണ്. ഇവിടെ പ്രത്യേകിച്ച് ആരെയും ഇനി വേറെ കോമ്പീറ്റ് ചെയ്യാനില്ല. ഇവിടെ ഒരു ഒറ്റ നോൺ ബോണ്ടിങ് ഇലക്ട്രോണേ ഉള്ളൂ. അപ്പൊ നമ്മുടെ പ്രോട്ടോൺ എന്ത് ചെയ്യും, അത് സ്വീകരിക്കും. അപ്പൊ സോ വാട്ട് ആക്ച്വലി ഹാപ്പൻസ് ഇസ് നമുക്ക് ഇങ്ങനൊരു പ്രോഡക്റ്റ് ആണ് കിട്ടുന്നത്. ഇങ്ങനൊരു പ്രോഡക്റ്റ് ആണ് കിട്ടുന്നത്. സോ ദിസ് ഇസ് വാട്ട് ഹാപ്പൻസ് വെൻ വി കൺസിഡർ ഡീലോക്കലൈസേഷൻ. ഇതൊരു പുതിയ കോൺസെപ്റ്റ് ആണ്. നമ്മൾ ഇതിനെ വെച്ച് കുറച്ചുകൂടെ പ്രോബ്ലംസ് ചെയ്തു നോക്കാം. സോ നൗ കമ്മിങ് ടു ദിസ് ക്വസ്റ്റ്യൻ, you have രണ്ട് മോളിക്യൂൾ തന്നിട്ടുണ്ട് എ ആൻഡ് ബി, ആൻഡ് ദ ക്വസ്റ്റ്യൻ ആസ്ക്സ് വിച്ച് ഇസ് മോർ ബേസിക് എന്നുള്ളതാണ്. ഇവിടെ നമ്മൾ രണ്ട് കാര്യങ്ങൾ കൺസിഡർ ചെയ്യണം ഈ ക്വസ്റ്റ്യൻ ചെയ്യുന്ന സമയത്ത്. വൺ, നമ്മൾ കുറച്ചു മുമ്പ് പഠിച്ച ഡീലോക്കലൈസേഷൻ എന്നുള്ള പ്രോപ്പർട്ടി, അതോടൊപ്പം വാട്ട് ഇസ് ബേസിസിറ്റി എന്നുള്ള നമ്മുടെ ഒരു ഇന്റർപ്രിട്ടേഷൻ. നമുക്കറിയാം നമ്മുടെ എപ്പോഴും ക്വസ്റ്റ്യനിൽ ബേസിസിറ്റി എന്ന് ചോദിച്ചാൽ നമുക്ക് അപ്പോഴേ അറിയാം അത് ഡോണർ എബിലിറ്റി ആണ്. ബട്ട് ടു മേക്ക് യുവർ തിങ്കിങ് പ്രോസസ് ഈസിയർ, എപ്പോഴും ബേസിസിറ്റി H+ അഡിഷൻ ആയിട്ട് വേണം നിങ്ങൾ കൺസിഡർ ചെയ്യാൻ. നമുക്കറിയാം ബേസിസിറ്റി എന്ന് പറയുമ്പോൾ മോളിക്യൂളിന് കൂടുതൽ ഇലക്ട്രോൺസ് ഉണ്ട്, അതിനെ എന്ത് ചെയ്യാണ്, ഒരു ഇലക്ട്രോഫൈൽ അറ്റാക്ക് ചെയ്യാൻ വരികയാണ്. ഏറ്റവും സിംപ്ലസ്റ്റ് ഇലക്ട്രോഫൈൽ ടു അറ്റാക്ക് ഇസ് പ്രോട്ടോൺ. അപ്പൊ നമ്മൾ എപ്പോഴും മനസ്സിൽ ബേസിസിറ്റി ചോദിക്കുമ്പോൾ ഈ തന്നിരിക്കുന്ന രണ്ട് മോളിക്യൂളിൽ H+ ആഡ് ചെയ്യാൻ ഈസിയർ ഏത് മോളിക്യൂൾ ആണെന്ന് വേണം നമ്മൾ കൺസിഡർ ചെയ്യാൻ. സോ ഇവിടെ നമ്മൾ നോക്കുമ്പോൾ സിമ്പിൾ ആയിട്ട് കാര്യങ്ങൾ നോക്കാം. സി, ഇവിടെ H+ വരുമ്പോൾ നമുക്ക് ഓരോ മോളിക്യൂൾ ആയിട്ട് കൺസിഡർ ചെയ്യാം. എനെ കൺസിഡർ ചെയ്യുന്ന സമയത്ത് H+ വരുമ്പോൾ ഇവിടെ രണ്ട് ഓപ്ഷൻ ഉണ്ടല്ലോ ആഡ് ചെയ്യാൻ. ഇവിടെ ഒരു sp3 ഹൈബ്രിഡ് ആയിട്ടുള്ള NH2 ഉണ്ട്. ഇവിടെ ഡബിൾ ബോണ്ട് ആയതുകൊണ്ട് നമുക്കറിയാം ഇത് sp2 ആണ്. sp3യെ sp2നെ വെച്ചിട്ട് എപ്പോഴും H+ കൺസിഡർ ചെയ്യുക, sp3യിലിരിക്കുന്ന ലോൺ പെയറിനെ എടുക്കാനായിരിക്കും. അപ്പം H+ വരാൻ സാധ്യതയുള്ളത് ഈ പോയിന്റിലേക്കാണ്. പക്ഷെ എപ്പോഴും നമ്മൾ ഹൈബ്രിഡൈസേഷൻ നോക്കിക്കഴിഞ്ഞാൽ നെക്സ്റ്റ് നോക്കേണ്ട പോയിന്റ് എന്ന് പറയുന്നത് ഡീലോക്കലൈസബിലിറ്റി ഉണ്ടോ എന്നുള്ളതാണ്. ഇവിടെ ഡീലോക്കലൈസബിലിറ്റി ഉണ്ടല്ലേ. ഈ ഇലക്ട്രോൺസിന് ഇങ്ങോട്ട് പോയാൽ ഈ ഇലക്ട്രോൺസിനെ ഇങ്ങോട്ട് അടുത്ത പോയിന്റിലേക്ക് ഇതിനെ ഷിഫ്റ്റ് ചെയ്യാനുള്ള കഴിവ് ഈ മോളിക്യൂളിനുണ്ട്. അപ്പൊ ഇവിടെ ഡീലോക്കലൈസബിലിറ്റി പോസിബിൾ ആണ്. അപ്പൊ ഇങ്ങനെ ഡീലോക്കലൈസ് ചെയ്ത് കഴിയുമ്പോൾ ഇവിടെ ഒരു നെഗറ്റീവ് ചാർജ് വരും. ഇത് sp3 ആയിട്ട് കൺവേർട്ട് ആവും, ഇത് sp2 ആയിട്ട് കൺവേർട്ട് ആവും. നമുക്ക് നോക്കാം എങ്ങനെയാണ് sp2 ആയിട്ട് കൺവേർട്ട് ആവുന്നത്. സോ ഫോർ ദ ടൈം ബീയിങ് ഐ എം റബ്ബിംഗ് ദിസ് ഓഫ്. അപ്പൊ നമ്മൾ ഡീലോക്കലൈസ് ചെയ്ത് കഴിഞ്ഞാൽ നമ്മുടെ മോളിക്യൂൾ ഇങ്ങനെയാവും. ഇങ്ങനെയാവും അല്ലെ. ഇങ്ങനെയായി നമ്മുടെ മോളിക്യൂൾ. ഇനി നൗ H+ ഹാസ് ഓൺലി വൺ ഓപ്ഷൻ. എവിടെയാണ്, നോൺ ബോണ്ടിങ് ഇലക്ട്രോൺസ് ഇരിക്കുന്നുണ്ട്, ഇത് sp3 ആയിട്ട് കൺവേർട്ട് ആയിട്ടുണ്ട്. സോ നൗ H+ വിൽ ആഡ് ഹിയർ. അപ്പൊ ഇത് എങ്ങനെയാണ് ആഡ് ചെയ്യുന്നത്, RCNH2 ഡബിൾ ബോണ്ട് NH2. ഇതായിരിക്കും നമ്മുടെ പ്രോഡക്റ്റ് ഇൻ ദിസ് ഫസ്റ്റ് മോളിക്യൂൾ. ഇനി നമുക്ക് ബിയിലേക്ക് നോക്കാം. സോ നൗ കൺസിഡറിങ് മോളിക്യൂൾ ബി. ഇവിടെ നോക്കുകയാണെങ്കിൽ നമുക്ക് നേരത്തെ അറിയാം ഇവിടെ R ആയിരുന്നു. Rന് എന്ത് ചെയ്യില്ല, ഈ ഡീലോക്കലൈസേഷനിൽ പാർട്ടിസിപ്പേറ്റ് ചെയ്യാൻ പറ്റില്ല. നമ്മുടെ NH2 തന്നെയാണ് എന്ത് ചെയ്തത്, 100% ഇവിടെ പാർട്ടിസിപ്പേറ്റ് ചെയ്തത്. ബട്ട് അറ്റ് ദ സെയിം ടൈം ഇവിടെ നോക്കിയേ, ഇവിടെ രണ്ട് NH2 ഉണ്ട്. അപ്പം ഇവിടെ നിന്നും ഡീലോക്കലൈസേഷൻ പോസിബിൾ ആണ്, ഇവിടെ നിന്നും ഡീലോക്കലൈസേഷൻ പോസിബിൾ ആണ്. ഇവിടുന്ന് ഒരു 100% ഡീലോക്കലൈസേഷനും ഇവിടുന്ന് ഒരു 100% ഡീലോക്കലൈസേഷൻ വരികയാണെങ്കിൽ നമ്മുടെ ഈ നൈട്രജന്റെ മുകളിൽ 200% ഡീലോക്കലൈസേഷൻ ആണ് വരുന്നത് അല്ലെ. വിച്ച് മീൻസ് ഭയങ്കരമായിട്ടുള്ള ഇലക്ട്രോൺ ഡെൻസിറ്റി കൂടുതലാണ് വരുന്നത്. ഇവിടെ വെറും 100% ഇയാൾ മാത്രമേ കൊടുക്കുന്നുള്ളൂ. അപ്പൊ ഇവിടെയും അത്രയും തന്നെ കിട്ടുള്ളൂ, 100% ഡീലോക്കലൈസേഷനെ കിട്ടുള്ളൂ. വിച്ച് മീൻസ് എന്താണ്, ഇത് ഇവിടെ ഇലക്ട്രോൺ ഡെൻസിറ്റി കുറവാണ്, ഇവിടെ ഇലക്ട്രോൺ ഡെൻസിറ്റി വളരെ ഹൈ ആണ്. ഇലക്ട്രോൺ ഡെൻസിറ്റി കൂടുമ്പോൾ ബേസിസിറ്റി എന്ത് ചെയ്യും, ഓട്ടോമാറ്റിക്കലി കൂടും. അപ്പം H+ ആഡ് ചെയ്യാൻ എളുപ്പമുള്ള NH എന്ന് പറയുന്നത് ഇതായിരിക്കും. സോ എനെ ബിനെ വെച്ച് കമ്പയർ ചെയ്യുമ്പോൾ ബി വിൽ ബി മോർ ബേസിക് ദാൻ എ. സി, ഈ 100% എന്നൊക്കെ ഞാൻ പറഞ്ഞത് നിങ്ങൾക്ക് മനസ്സിലാവാൻ വേണ്ടിയിട്ട്, പിന്നെ ഓർത്തിരിക്കാൻ എളുപ്പമായിട്ട് വേണ്ടിയിട്ടാണ്. ഇങ്ങനെയുള്ള നൊട്ടേഷൻസ് ഒന്നും ഇല്ല കേട്ടോ, ഞാൻ നിങ്ങൾക്ക് മനസ്സിലാവാൻ വേണ്ടി പറഞ്ഞു എന്നേ ഉള്ളൂ. സി, ഇവിടുന്ന് രണ്ട് സൈഡിൽ നിന്നും ഡീലോക്കലൈസേഷൻ വന്ന് ഈ NH-ലുള്ള ഇലക്ട്രോൺ ഡെൻസിറ്റി ഭയങ്കരമായിട്ട് കൂടുന്നു. അതേസമയം ഈ സൈഡ്, ഇവിടെ ഒരു സൈഡിൽ നിന്ന് മാത്രമേ ഡീലോക്കലൈസേഷൻ ഉള്ളൂ, അത്ര ഇലക്ട്രോൺ ഡെൻസിറ്റി മാത്രമേ NH-ലുള്ളൂ. എപ്പോഴും H+ന് താല്പര്യം
കൂടുതൽ എന്താണ് ഇലക്ട്രോൺ ഡെൻസിറ്റി ഉള്ള കൂടുതൽ ബേസിക് ആയിട്ടുള്ള സാധനങ്ങളെ അറ്റാക്ക് ചെയ്യാനാണ്. അപ്പൊ ഇവിടെ കൂടുതൽ ഇലക്ട്രോൺ ഡെൻസിറ്റി ഉള്ളത് ബിയിലാണ്. സോ മോർ ബേസിക് വിൽ ബി ഡി. സോ നൗ ലെറ്റ്സ് കൺസിഡർ ദിസ് ക്വസ്റ്റ്യൻ. ഇവിടെ നിങ്ങൾക്ക് ഒരു മോളിക്യൂൾ തന്നിട്ടുണ്ട്, അതിലേക്ക് പ്രോട്ടോൺ ആഡ് ചെയ്യുകയാണെന്നാണ് പറഞ്ഞിരിക്കുന്നത്. ഇവിടെ എവിടെയായിരിക്കും പ്രോട്ടോണേഷൻ നടക്കുന്നത്? ഇതൊരു സിമ്പിൾ ബേസിസിറ്റി ലെവൽ ക്വസ്റ്റ്യൻ ആണ്. കാണുമ്പോൾ നമുക്ക് ഭയങ്കരമായിട്ട് തോന്നും ഇതിൽ എവിടെയാണ് ആഡ് ചെയ്യാൻ പോകുന്നതെന്ന്. സിമ്പിൾ ആണ്. നമ്മുടെ ബേസിസിറ്റി ഡോണറബിലിറ്റി അറിയാമെങ്കിൽ സിമ്പിൾ ആയിട്ട് ആൻസർ ചെയ്യാവുന്ന ക്വസ്റ്റ്യൻ ആണ്. അതിനു മുമ്പ് നിങ്ങൾക്ക് ഇങ്ങനെ ഒരു ക്വസ്റ്റ്യൻ വരികയാണ്, പലയിടത്തും നിങ്ങൾക്ക് H+ ആഡ് ചെയ്യാനുള്ള പോസിബിലിറ്റി ഉണ്ടെങ്കിൽ നിങ്ങളുടെ ഓർഡർ ഓഫ് തിങ്കിങ് എന്ന് പറയുന്നത് ഇതായിരിക്കണം. ആദ്യം തന്നെ നിങ്ങൾ ഈ മോളിക്യൂളിലെ പോസിബിൾ സൈറ്റ്സിന്റെ എന്ത് നോക്കണം? ഹൈബ്രിഡൈസേഷൻ നോക്കണം. സോ ദ ഫസ്റ്റ് പോയിന്റ് യു വിൽ ബി ലുക്കിംഗ് അറ്റ് വിൽ ബി ഹൈബ്രിഡൈസേഷൻ. നോക്കിക്കേ, ഇവിടെ ഉള്ള ആൾക്കാരുടെ ഹൈബ്രിഡൈസേഷൻ നോക്കാം. ഇവിടെ OH എന്ന് പറയുന്നതിൽ നോൺ ബോണ്ടിങ് ഇലക്ട്രോൺസ് ഉണ്ട്. അതേസമയം ഇറ്റ് ഇസ് sp3 ഹൈബ്രിഡൈസ്ഡ് അല്ലെ. sp3 ഹൈബ്രിഡൈസ്ഡ് ആണ്. പ്രത്യേകിച്ച് ഡബിൾ ബോൺസ് ഒന്നും അടുത്തില്ല. ഇയാളെ നോക്കുകയാണെങ്കിലോ ഡബിൾ ബോൺസ് ഒന്നും ഇല്ല. അപ്പം എന്ത് ആണ്? sp3 ഹൈബ്രിഡൈസ്ഡ് ആണ്. ഈ നൈട്രജനെ നോക്കുകയാണെങ്കിലോ ഒരു ഡബിൾ ബോണ്ട് ഉണ്ട്. അപ്പൊ അത് sp2 hybridized ആണ്. അപ്പൊ സോ ഫസ്റ്റ് point you will be looking at in your order of thinking is to find the hybridization of all possible points in your molecule. അപ്പൊ നിങ്ങളുടെ മോളിക്യൂളിലെ പോസിബിൾ പോയിന്റ്സ് എല്ലാം നിങ്ങൾ മാർക്ക് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾ നെക്സ്റ്റ് ചെക്ക് ചെയ്യേണ്ടത് ഇലക്ട്രോനെഗറ്റിവിറ്റി ആണ്. സി ഇവിടെ നമ്മൾ എന്താണ് നോക്കുന്നത്? ബേസിസിറ്റി ആണ് നോക്കുന്നത്. ബേസിസിറ്റി മീൻസ് ഡോണറബിലിറ്റി. എപ്പോഴും മനസ്സിലാക്കിക്കണം, ഇലക്ട്രോനെഗറ്റിവിറ്റി ഈസ് ഇൻവേഴ്സ്ലി പ്രൊപ്പോർഷണൽ ടു ഡോണറബിലിറ്റി. ഇലക്ട്രോനെഗറ്റിവിറ്റി ഈസ് ഇൻവേഴ്സ്ലി പ്രൊപ്പോർഷണൽ ടു ഡോണറബിലിറ്റി. ഇലക്ട്രോനെഗറ്റിവിറ്റി കൂടുമ്പോൾ ആ മോളിക്യൂളിന്റെ ടെൻഡൻസി എന്താണ്? തന്റെ ഇലക്ട്രോൺസിനെ തന്നിലേക്ക് വലിച്ചു നിർത്താനാണ്. വിച്ച് മീൻസ് അത് മറ്റൊരാൾക്ക് ഡൊണേറ്റ് ചെയ്യാൻ താല്പര്യപ്പെടില്ല. അതുകൊണ്ട് ഡോണറബിലിറ്റി വിൽ ബി സ്മോൾ. സോ നൗ ലുക്കിംഗ് ഇൻ ടു ദിസ്, ഇവിടെ ഇലക്ട്രോനെഗറ്റിവിറ്റി ഓഫ് ഓക്സിജനും ഇലക്ട്രോനെഗറ്റിവിറ്റി ഓഫ് നൈട്രജനും തമ്മിൽ നമുക്ക് കമ്പയർ ചെയ്യാം. അതുപോലെ നമ്മൾ ഇവിടെ നേരത്തെ ഹൈബ്രിഡൈസേഷൻ വെച്ചിട്ട് നമുക്ക് അറിയാം എന്താണ് ഓർഡർ ഓഫ് തിങ്കിങ്ങിൽ ഹൈബ്രിഡൈസേഷൻ നോക്കുന്ന സമയത്ത് sp3 ഇസ് ദ ബെസ്റ്റ് ഡോണർ, sp2 ഇസ് എ കുറച്ചുകൂടെ കുറഞ്ഞ ഡോണർ ആൻഡ് sp ഇസ് ദി വേർസ്റ്റ് ഡോണർ. ഇവിടെ അപ്പൊ നമുക്ക് എന്തായാലും ഈ നൈട്രജനെ എന്ത് ചെയ്യേണ്ട ആവശ്യമില്ല, നോക്കേണ്ട ആവശ്യമില്ല. നമുക്ക് കമ്പയർ ചെയ്യേണ്ടത് ഈ രണ്ട് sp3കളെയാണ് അല്ലെ. ഓക്സിജനും ഉണ്ട്, നൈട്രജൻ ഇൻ sp3. ഇനി അടുത്ത നോക്കുന്നതാണ് നമ്മുടെ ഇലക്ട്രോനെഗറ്റിവിറ്റി. ഇലക്ട്രോനെഗറ്റിവിറ്റി ഓഫ് ഓക്സിജൻ ഇസ് ഗ്രേറ്റർ ദാൻ ഇലക്ട്രോനെഗറ്റിവിറ്റി ഓഫ് നൈട്രജൻ. ഓക്സിജന്റെ ഇലക്ട്രോനെഗറ്റിവിറ്റി നൈട്രജന്റെ ഇലക്ട്രോനെഗറ്റിവിറ്റിയെക്കാളും കൂടുതലാണെന്ന് പറയുമ്പോഴേ നമുക്കറിയാം ഓക്സിജൻ തന്റെ ഇലക്ട്രോൺസിനെ കൊടുക്കാൻ എന്ത് ചെയ്യുന്നില്ല, താല്പര്യപ്പെടുന്നില്ല. ഇറ്റ് ഇസ് നോട്ട് എ ഗുഡ് ഡോണർ. അതുകൊണ്ട് തന്നെ നമ്മൾ ഇവിടെ കൺസിഡർ ചെയ്യേണ്ടത് ആരാണ്? നൈട്രജൻ. അപ്പൊ ഇയാളുടെ അടുത്തായിരിക്കും നമ്മുടെ പ്രോട്ടോണിന് വരാൻ അല്ലെങ്കിൽ അപ്രോച്ച് ചെയ്യാൻ എളുപ്പം എന്ന് നമുക്ക് ഏകദേശം ഊഹിക്കാം. ബട്ട് ദെൻ യു ലുക്ക് ഇൻ ടു ദ പോസിബിലിറ്റി ഓഫ് ഡീലോക്കലൈസേഷൻ. ഈ പറഞ്ഞ നമ്മൾ കൺസിഡറേഷനിൽ ഇരിക്കുന്ന പോയിന്റിലുള്ള ഇലക്ട്രോൺസിന് ഡീലോക്കലൈസ് ചെയ്യാനുള്ള ഓപ്ഷൻ ഉണ്ടല്ലേ. ഇവിടെ നോക്കിയേ, ഈ ഇലക്ട്രോൺസ് ഇങ്ങോട്ട് വന്നാൽ ഇതിന് മുകളിലോട്ട് പോവാം. അങ്ങനെ ആവുമ്പോൾ നമുക്ക് ഈ ഹോൾ മോളിക്യൂളിനെ ഒന്ന് റീഡ്രോ ചെയ്യാം. സോ നൗ വി ഹാവ് ഒരു നെഗറ്റീവ് ഡബിൾ ബോണ്ട് OH ഇങ്ങനെ ഇരിക്കുന്ന ഒരു മോളിക്യൂൾ ആയിട്ടുണ്ട്. ഇവിടെ ഇത് കംപ്ലീറ്റ്ലി sp3 ആയിട്ട് കൺവേർട്ട് ചെയ്തു. അതോടൊപ്പം നെഗറ്റീവ് ചാർജ് വിച്ച് മീൻസ് അതൊരു നോൺ ബോണ്ടിങ് ടൈപ്പ് ആണ്. അപ്പം H+ എവിടെ വന്ന് ആഡ് ചെയ്യാൻ സാധിക്കും? ഇവിടെ വന്ന് ആഡ് ചെയ്യാം. നിങ്ങളുടെ മേജർ പ്രോഡക്റ്റ് ഇൻ ദിസ് റിയാക്ഷൻ വിൽ ബി ദിസ്. ഇതായിരിക്കും നിങ്ങളുടെ എൻഡ് പ്രോഡക്റ്റ് എന്ന് പറയുന്നത്, മേജർ എൻഡ് പ്രോഡക്റ്റ് എന്ന് പറയുന്നത്. സിമ്പിൾ അല്ലേ? നമ്മൾ ഈ ഓർഡർ ഓഫ് തിങ്കിങ്ങിൽ പോയാൽ മതി. ആദ്യം നമ്മൾ ഹൈബ്രിഡൈസേഷൻ നോക്കുക, രണ്ടാമത്തെ ഇലക്ട്രോനെഗറ്റിവിറ്റി കമ്പയർ ചെയ്യുക, ഇലക്ട്രോനെഗറ്റിവിറ്റി കമ്പയർ ചെയ്ത് ഒരാളെ സെലക്ട് ചെയ്യുക, ആ സെലക്ട് ചെയ്ത ആളുടെ ഇലക്ട്രോൺസിനെ ഡീലോക്കലൈസ് ചെയ്യാൻ പറ്റുമോ നോക്കുക. അങ്ങനെയാണെങ്കിൽ ആ പൊസിഷനിലായിരിക്കും എന്ത് ചെയ്യുന്നത്, ഇലക്ട്രോൺസ് നമ്മുടെ പ്രോട്ടോൺ പോയി പ്രോട്ടോണേഷൻ ചെയ്യുന്നത്. അപ്പം ഇങ്ങനെയുള്ള ക്വസ്റ്റ്യൻസ് നിങ്ങൾക്ക് സെറ്റിൽ പ്രതീക്ഷിക്കാം. ഐ തിങ്ക് യു ഹവ് ഓൾറെഡി സീൻ, ഒരിക്കൽ അറ്റൻഡ് ചെയ്തിട്ടുള്ളവരാണെങ്കിൽ ഈ ക്വസ്റ്റ്യൻസ് ഒക്കെ കണ്ടു കാണും. അപ്പം ഇത് ഒരു വളരെ സിമ്പിൾ എക്സാമ്പിൾ ആണ്. നൗ വിൽ ഡു വൺ മോർ വിച്ച് ലുക്സ് വെരി കോംപ്ലെക്സ് ബട്ട് ഇസ് എ വെരി സിമ്പിൾ തിങ് ടു ഡു. നിങ്ങൾക്ക് ഇതുപോലൊരു മോളിക്യൂള് തരാണ്.
പലപ്പോഴും നമ്മൾ ഇങ്ങനെ ഒരു മോളിക്യൂൾ കണ്ടു കഴിയുമ്പോൾ തന്നെ ബോധം കെട്ട് വീഴും. പക്ഷെ അതിൻ്റെ ഒന്നും ആവശ്യമില്ല, സിമ്പിൾ കാര്യമാണ്. എന്നിട്ട് ഇതിലേക്ക് നിങ്ങൾക്ക് ആഡ് ചെയ്യാൻ ചോദിക്കുന്നത് ഒരു പ്രോട്ടോൺ ആയിരിക്കും. ഇതിൽ എവിടെയാണ് നമ്മുടെ പ്രോട്ടോൺ ആഡ് ചെയ്യുന്നത്? ആദ്യം നിങ്ങൾ കഴിഞ്ഞ എക്സാമ്പിൾ മനസ്സിൽ വെച്ചുകൊണ്ട് നിങ്ങളുടെ വീഡിയോ പോസ് ചെയ്തൊന്ന് ചെയ്ത് നോക്കൂ. എന്നിട്ട് കം ബാക്ക് ആൻഡ് സീ വാട്ട്സ് ഹാപ്പനിങ്. അപ്പം ഇവിടെ നമ്മുടെ ഓർഡർ ഓഫ് തിങ്കിങ് ഞാൻ ആദ്യമേ പറഞ്ഞു. നമ്മൾ എന്ത് ചെയ്യും, നമുക്ക് തന്നിരിക്കുന്ന മോളിക്യൂളിൽ എവിടെയൊക്കെ നമുക്ക് ഇലക്ട്രോൺസിനെ പ്ലേസ് ചെയ്യാം, മീൻസ് നമ്മുടെ പ്രോട്ടോണിനെ പ്ലേസ് ചെയ്യാൻ പറ്റും, അതിൻ്റെ എല്ലാ ഹൈബ്രിഡൈസേഷൻ എഴുതാം. ഇവിടെ നമുക്ക് ഓക്സിജന് ലോൺ പെയർ ഉണ്ട്, ഇവിടെ ഉണ്ട്, ഇവിടെ ഉണ്ട്, ഇവിടെ ഉണ്ട്, ഇവിടെ ഉണ്ട്. സോ ഈ നൈട്രജനെ നോക്കുമ്പോൾ ഇതൊരു sp3 നൈട്രജൻ ആണ് അല്ലേ, കാരണം വേറെ ഡബിൾ ബോൺസ് ഒന്നും ഇല്ല. ഈ ഓക്സിജനും ഒരു sp3 ഓക്സിജൻ ആണ്. ഇതൊരു sp2 ആണ്. നമ്മൾ sp2കളെ ഇപ്പൊ തൽക്കാലം കൺസിഡർ ചെയ്യുന്നത്. ഇയാളും sp2 ആണ്, ഇത് വേണ്ട. ഇവിടെ sp3 ആണ്, പിന്നെ ഇയാളും sp3 ആണ്. സോ എല്ലാവരും sp3കളെല്ലാം നമ്മൾ കണ്ടുപിടിച്ച് കഴിഞ്ഞു. അപ്പൊ H+ന് പോവാൻ താല്പര്യമുള്ളത് sp3 ആണ്, sp2നെ sp അപേക്ഷിച്ച്. സോ നൗ വി ഹവ് പ്ലേസ്ഡ് ഓൾ ദി sp3. നൗ സെക്കൻഡ് ഓർഡർ ഓഫ് തിങ്കിങ് എന്താണ് ഞാൻ ഓൾറെഡി പറഞ്ഞു, നമ്മൾ ഇലക്ട്രോൺ നെഗറ്റിവിറ്റി ചെക്ക് ചെയ്യുക. അപ്പം നമുക്ക് ഇവിടെ ഉള്ള ഓപ്ഷൻസ് ഓക്സിജനും നൈട്രജനും ആണ്. ഇലക്ട്രോൺ നെഗറ്റിവിറ്റി ഓഫ് ഓക്സിജൻ ഇസ് ഗ്രേറ്റർ ദാൻ ഇലക്ട്രോൺ നെഗറ്റിവിറ്റി ഓഫ് നൈട്രജൻ, വിച്ച് മീൻസ് അതിന്റെ ബേസിസിറ്റി ടെൻഡൻസി ആർക്കാണ് കൂടുതൽ? നൈട്രജൻ ആണ് കൂടുതൽ. നമ്മൾ പറഞ്ഞു ഇലക്ട്രോൺ നെഗറ്റിവിറ്റി ഈസ് ഇൻവേഴ്സ്ലി പ്രൊപ്പോർഷണൽ ടു ഡോണർ എബിലിറ്റി, വിച്ച് മീൻസ് നൈട്രജൻ ആയിരിക്കും കൂടുതൽ ഇവിടെ പ്രോട്ടോണുമായിട്ട് റിയാക്ട് ചെയ്യാനുള്ള ചാൻസസ്. സോ നമുക്ക് നമ്മുടെ നൈട്രജൻസിനെ റൗണ്ട് ചെയ്യാം. ഇയാളും ഉണ്ട്, ഇയാളും ഉണ്ട് അല്ലെ. ഇയാളെയും നമുക്ക് പ്രോട്ടോണേഷൻ ചെയ്യാം, ഇയാളെ നമുക്ക് പ്രോട്ടോണേഷൻ ചെയ്യാം. ഇനി നമ്മുടെ തേർഡ് കാര്യം, കമ്മിങ് ടു ദി ഓർഡർ ഓഫ് തിങ്കിങ്, നമ്മുടെ തേർഡ് കാര്യം, ഇതിനെ ഡീലോക്കലൈസ് ചെയ്യാൻ സാധിക്കും. സോ ഇവിടുത്തെ ഇലക്ട്രോൺസിനെ നമുക്ക് എന്ത് ചെയ്യാം? ഡീലോക്കലൈസ് ചെയ്യാൻ സാധിക്കും. ഇവിടുത്തെ ഇലക്ട്രോൺസിനെ ഡീലോക്കലൈസ് ചെയ്യാൻ സാധിക്കും എങ്ങോട്ടെങ്കിലും? ഇല്ല. അടുത്ത ഇവിടെ ചെയ്ത ഇവിടെ ഒരു ബോണ്ട് എക്സ്ട്രാ ആണ്, അപ്പൊ ഇവിടെ ഡീലോക്കലൈസേഷൻ പോസിബിൾ അല്ല, വിച്ച് മീൻസ് ദീസ് ഇലക്ട്രോൺസ് ആർ ലോക്കലൈസ്ഡ്. എപ്പോഴും ഓർത്തിരിക്കേണ്ട ഒരു മേജർ പോയിന്റ് ഇസ് ദാറ്റ് പ്രോട്ടോണിനെ സംബന്ധിച്ച് ഇറ്റ് വിൽ ഓൾവേസ് പ്രിഫർ ലോക്കലൈസ്ഡ് ഇലക്ട്രോൺസ് rather than delocalized electrons. ലോക്കലൈസ്ഡ് ഇലക്ട്രോൺസിനെ ആയിരിക്കും അത് കൂടുതൽ പ്രിഫർ ചെയ്യുന്നത് ഇൻ കമ്പാരിസൺ ടു ഡീലോക്കലൈസ്ഡ് ഇലക്ട്രോൺ. അതുകൊണ്ട് നമുക്കിവിടെ പറയാം നമ്മുടെ H+ വന്ന് ആഡ് ചെയ്യാൻ പോകുന്ന സ്ഥലം എവിടെയാണ്? സോറി, ഇവിടെ NH3 അല്ല കേട്ടോ, NH2 ആണേ. ഓക്കെ, നമ്മുടെ ഈ NH2യിലേക്കായിരിക്കും ഈ ഒരു പ്രോബബിൾ ഇലക്ട്രോണിനെ ആയിരിക്കും എന്ത് ചെയ്യുന്നത്? H+ അറ്റാക്ക് ചെയ്യാൻ പോകുന്നത്. സിമ്പിൾ അല്ലേ? നമുക്ക് മോളിക്യൂൾ കാണുമ്പോൾ പേടിച്ചു പോവുമെങ്കിലും കോൺസെപ്റ്റ് വളരെ സിമ്പിളാണ്. ആ ഓർഡർ ഓഫ് തിങ്കിങ് കറക്റ്റായിട്ട് ഫോളോ ചെയ്യുക. ആദ്യം എന്ത് ചെയ്യുക? ഹൈബ്രിഡൈസേഷൻ എഴുതി വെക്കുക. സെക്കൻഡ്, ഉള്ള ആറ്റംസിൽ ഇലക്ട്രോൺ നെഗറ്റിവിറ്റീസ് തമ്മിൽ കമ്പയർ ചെയ്യുക. അതിൽ ലീസ്റ്റ് ഇലക്ട്രോൺ നെഗറ്റിവിറ്റി ആയിരിക്കും ബെസ്റ്റ് ഡോണർ. അപ്പം എന്നിട്ട് ദെൻ യു ലുക്ക് അറ്റ് ആ ഡോണറിന് ലോക്കലൈസേഷൻ ഡീലോക്കലൈസേഷൻ പോസിബിലിറ്റി ഉണ്ടോ? എപ്പോഴും ലോക്കലൈസ്ഡ് ഇലക്ട്രോൺസിനെയാണ് പ്രോട്ടോണിന് കൂടുതൽ ഇഷ്ടം. അപ്പൊ ഇതാണ് സിമ്പിൾ ആയിട്ട് ഒരു എക്സാമ്പിൾ. നമുക്കൊരു എക്സാമ്പിളും കൂടെ ചെയ്തു നോക്കാം. സോ നൗ ദിസ് ഇസ് എ മോളിക്യൂൾ യു ഹാവ് ടു വർക്ക് ഓൺ. നമ്മൾ നേരത്തെ ചെയ്ത അതേ കോൺസെപ്റ്റ്സ് എല്ലാം ഇൻക്ലൂഡ് ചെയ്തിട്ടുള്ള ഒരു ക്വസ്റ്റ്യൻ ആണ്. അപ്പൊ ആദ്യം നിങ്ങൾ വീഡിയോ പോസ് ചെയ്യുക ആൻഡ് ദെൻ യു ട്രൈ ദിസ് ക്വസ്റ്റ്യൻ ആൻഡ് അത് കഴിഞ്ഞിട്ട് അതിന്റെ എക്സ്പ്ലനേഷൻ നോക്കുക. ഇവിടെ കാര്യങ്ങളൊക്കെ സിമ്പിൾ ആണ്. നമ്മുടെ ഓർഡർ ഓഫ് തിങ്കിങ് നമ്പർ 1, എല്ലാത്തിനെയും sp2, sp3, sp ആയിട്ട് കൺവേർട്ട് ചെയ്യുക. ഇതെന്താണ്? sp ആണ്. ഇത് sp3 ആണ്. ഇയാളോ? ഇയാള് sp2 ആണ്. ഇത് sp2 ആണ് കേട്ടോ. ഇത് sp3 ആണ്. ഇതും sp3 ആണ്. ഇതും sp3 ആണ്. ഇനി നെക്സ്റ്റ് കാര്യം എന്താണ്? ഇലക്ട്രോൺ നെഗറ്റിവിറ്റി കമ്പാരിസൺ ആണ്. നമുക്കിവിടെ ഓക്സിജൻ ഉണ്ട്, സൾഫർ ഉണ്ട്, നൈട്രജൻ ഉണ്ട്. ഈ 3 ആൾക്കാരുടെയും ഇലക്ട്രോൺ നെഗറ്റിവിറ്റി കമ്പയർ ചെയ്യാം. ഇലക്ട്രോൺ നെഗറ്റിവിറ്റി കമ്പയർ ചെയ്യുന്ന സമയത്ത് എപ്പോഴും ഇലക്ട്രോൺ നെഗറ്റിവിറ്റി ഓഫ് ഓക്സിജൻ ഇസ് ഗ്രേറ്റർ ദാൻ ഇലക്ട്രോൺ നെഗറ്റിവിറ്റി ഓഫ് നൈട്രജൻ, ലെസ് ദാൻ ഇലക്ട്രോൺ നെഗറ്റിവിറ്റി ഓഫ് സൾഫർ. അപ്പൊ സൾഫർ എന്ന് പറയുന്നത് ഇലക്ട്രോൺ നെഗറ്റിവിറ്റി വളരെ കുറവുള്ള ഒരാളാണ്. അപ്പൊ നമ്മുടെ പ്രോട്ടോണിന് വരാനുള്ള പോസിബിലിറ്റി സൾഫറിൽ കൂടുതലാണ്. അതേസമയം ഇനി നമ്മുടെ തേർഡ് കാര്യവും കൂടെ കൺസിഡർ ചെയ്തിട്ട് വേണം നമ്മൾ പോവാൻ. സൾഫർ ആണെന്ന് ഉറപ്പിക്കാൻ. എന്താണ്? ഡീലോക്കലൈസേഷൻ. ഇവിടെ സൾഫറിന്റെ ഇലക്ട്രോൺസിനെ നമുക്ക് ഡീലോക്കലൈസ് ചെയ്യാൻ പറ്റുമോ? പറ്റും അല്ലേ? ഇവിടേക്ക് ഡീലോക്കലൈസ് ചെയ്യാൻ പറ്റും.
ഇങ്ങനെ ഡീലോക്കലൈസ് ചെയ്യാൻ പറ്റും. ഇത് ഇങ്ങോട്ട് പോവും, ഇത് ഇങ്ങോട്ട് വരും, ഇത് ഇങ്ങനെ പോകും. ഇങ്ങനെ നമുക്ക് ഡീലോക്കലൈസ് ചെയ്യാൻ സാധിക്കുന്ന ഇലക്ട്രോൺസ് ആണ് ഇവിടെ. അതേസമയം ഈ ഇലക്ട്രോൺസും ഡീലോക്കലൈസ് ചെയ്യാൻ സാധിക്കും. ഇതും ഡീലോക്കലൈസ് ചെയ്യാൻ സാധിക്കും അല്ലെ? നിങ്ങൾ ആലോചിക്കും ഒരു സൈഡിൽ നിന്ന് ഡീലോക്കലൈസ് ചെയ്യുന്ന മറ്റേ സൈഡിൽ നിന്ന്, അങ്ങനെ ഒന്നും നോക്കണ്ട. ഏത് സൈഡിലെ ഇലക്ട്രോൺസ് ആണെങ്കിലും നമുക്ക് അപ്പുറത്തെ ആളുണ്ടോ ഇപ്പുറത്തെ ആളുണ്ടോ എന്ന് നോക്കാതെ ഡീലോക്കലൈസ് ചെയ്യാൻ സാധിക്കും. സോ ഇവരെല്ലാരും ഡീലോക്കലൈസ് ചെയ്യാൻ പറ്റും. ഇയാളെ ഡീലോക്കലൈസ് ചെയ്യാൻ പറ്റുമോ? ഇയാളെ ഡീലോക്കലൈസ് ചെയ്യാൻ പറ്റില്ല. അപ്പൊ ദിസ് ഈസ് എ ലോക്കലൈസ്ഡ് ഇലക്ട്രോൺ. ലോക്കലൈസ്ഡ് ഇലക്ട്രോൺ നമുക്കറിയാം, ലോക്കലൈസ്ഡിനെയാണ് എപ്പോഴും ഡീലോക്കലൈസ്ഡിനേക്കാളും പ്രോട്ടോൺ പ്രിഫർ ചെയ്യുന്നത്. സോ ഇവിടെ സിമ്പിൾ ആണ്, പ്രോട്ടോൺ എന്ത് ചെയ്യും, ഇവിടെ വന്ന് ആഡ് ചെയ്യും. ഇപ്പം എവിടെയാണ് പ്രോട്ടോൺ ആഡ് ചെയ്യുന്നതെന്ന് സിമ്പിൾ ആയിട്ട് മനസ്സിലായില്ലേ? ഇതിന്റെ ഫൈനൽ സ്ട്രക്ചർ ഇത്രയും വരച്ചിട്ട് ഇത് എല്ലാം അതേപോലെ തിരിച്ചു വരച്ചിട്ട് ഇവിടെ NH2+ ആക്കി കൊടുത്താൽ മാത്രം മതി. സിമ്പിൾ ആണ്. അപ്പൊ നിങ്ങൾക്ക് ഏകദേശം കാര്യം മനസ്സിലായെന്ന് വിചാരിക്കുന്നു. ഇനി ഞാൻ 2 പ്രോബ്ലംസ് കാണിക്കാം. ഇത് നിങ്ങൾ ഹോംവർക്ക് ആയിട്ട് ചെയ്തു വെക്കും, നമുക്ക് അടുത്ത വീഡിയോയിൽ ഡിസ്കസ് ചെയ്യാം. സോ ഇത് രണ്ടുമാണ് നിങ്ങളുടെ ഹോംവർക്ക് ക്വസ്റ്റ്യൻസ്. ഇത് ചെയ്ത് നോക്കിയിട്ട് താഴെ ആൻസേഴ്സ് കമന്റ് ബോക്സിൽ ഇടുക. ഇവിടെ സിമ്പിൾ ആയിട്ടുള്ള 2-3 കാര്യങ്ങൾ നമ്മൾ പഠിച്ച കാര്യത്തിൽ നിങ്ങളൊന്ന് ബുദ്ധി അപ്ലൈ ചെയ്താൽ മാത്രം മതി. ഇവിടുത്തെ ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത് ഈ പറയുന്നവയിൽ ഏതായിരിക്കും ബെറ്റർ ബേസ് എന്നുള്ളതാണ്. ബെറ്റർ ബേസ് എന്ന് പറയുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലായി ഇലക്ട്രോൺസിനെ ഡൊണേറ്റ് ചെയ്യാൻ ഏറ്റവും ബെറ്റർ A ആണോ B ആണോ C ആണോ. നിങ്ങൾ 2-3 കാര്യങ്ങൾ ഇവിടെ കൺസിഡർ ചെയ്യണം. ഒന്ന് ഹിന്റ് ആണ് തരുന്നത്, ഒന്ന് ഇലക്ട്രോ നെഗറ്റിവിറ്റി ആണ്. കാരണം നിങ്ങൾ ഇവിടെ കണ്ടു, ഇവിടെ മാറുന്ന ആൾക്കാർ ആരാണ്? ഇവിടെയും കാർബൺ തന്നെയാണ്. ഇവിടെ മാറുന്നത് കാർബൺ, നൈട്രജൻ, ഓക്സിജൻ ആണ്. അപ്പൊ ഇവരുടെ ഇലക്ട്രോ നെഗറ്റിവിറ്റി നിങ്ങൾ കമ്പയർ ചെയ്യണം. അതോടൊപ്പം ഇവര് എങ്ങനെയാണ് ഇത് ഇലക്ട്രോൺസ് കൊടുക്കുന്നത്? നോൺ ബോണ്ടിങ് ആണോ, പൈ ആണോ, സിഗ്മ ആണോ, എന്താണ് അവരുടെ ലോൺ പേഴ്സ് എവിടെയാണ്, അതെങ്ങനെയാണ് കൊടുക്കുന്നത് എന്നുള്ളത് നോക്കി നിങ്ങൾക്ക് ഇതിനെ ഇൻക്രീസിങ് ഓർഡർ ഓഫ് ബേസിസിറ്റിയിൽ അറേഞ്ച് ചെയ്യാം. ഇൻക്രീസിങ് ഓർഡർ ഓഫ് ബേസിസിറ്റിയിൽ അറേഞ്ച് ചെയ്ത് നിങ്ങൾ കമന്റ് ബോക്സിൽ ആൻസർ ഇടുക. ഇവിടെയും നിങ്ങൾ സെയിം കാര്യങ്ങളാണ് ചെയ്യേണ്ടത്. നിങ്ങൾ ഒരു കാര്യം മാത്രം ഓർത്ത് വെച്ചിരുന്നാൽ മതി. എപ്പോഴൊക്കെ ഒരു മോളിക്യൂളിന്റെ ബണ്ടയിൽ പോസിറ്റീവ് ചാർജ് വരുന്നു, വിച്ച് മീൻസ് അയാൾക്ക് ഡൊണേറ്റ് ചെയ്യാനുള്ള കേപ്പബിലിറ്റി നഷ്ടപ്പെട്ടു. പോസിറ്റീവ് ചാർജ് അയാളുടെ മുകളിലുണ്ടെങ്കിൽ അയാളുടെ ഡോണർ എബിലിറ്റി എന്ന് പറയുന്നത് വളരെ കുറവായിരിക്കും. കാരണം അയാളുടെ മണ്ടയിൽ ഒരു പോസിറ്റീവ് ചാർജ് ആണുള്ളത്. അയാൾക്ക് ഇനി ഇങ്ങോട്ട് കിട്ടാനാണ് താല്പര്യം, അങ്ങോട്ട് കൊടുക്കുന്നതിനേക്കാളും. സോ പോസിറ്റീവ് ചാർജ് ഉള്ള ആൾക്കാർ എപ്പോഴും ഒരു സാധാ മോളിക്യൂൾ, ഇപ്പം ഓക്സിജനെ Oയും O+ കമ്പയർ ചെയ്യുമ്പോഴത്തേക്കും എപ്പോഴും O+നായിരിക്കും ഡോണർ എബിലിറ്റി കുറവ്. Oയ്ക്ക് കുറച്ചുകൂടെ ഡോണറബിലിറ്റി കാണും. അതോടൊപ്പം നിങ്ങൾ ഇതിനകത്ത് ഇലക്ട്രോ നെഗറ്റിവിറ്റിയും കൂടെ കൺസിഡർ ചെയ്ത് വേണം ഈ പ്രോബ്ലം ചെയ്യാൻ. ഇവിടെയും യു ഷുഡ് ഓൾസോ ഫൈൻഡ് ദി ഇൻക്രീസിങ് ഓർഡർ ഓഫ് ബേസിസിറ്റി. ഇൻക്രീസിങ് ഓർഡർ ഓഫ് ബേസിസിറ്റി ഏതാണ്? A ആണോ, B ആണോ, C ആണോ, A ഗ്രേറ്റർ ദൻ B ഗ്രേറ്റർ ദൻ C, അങ്ങനെ ഒരു ഇതില്ലേ, അത് ചെയ്ത് നിങ്ങൾ കമന്റ് ബോക്സിൽ ഇടുക. സോ ലെറ്റ് മീ സീ ഹു ഗെറ്റ്സ് ഇറ്റ് റൈറ്റ്. അപ്പോൾ താങ്ക് യു സോ മച്ച് ഫോർ വാച്ചിങ്. നെക്സ്റ്റ് വീഡിയോ മുതൽ നമ്മൾ കുറച്ചുകൂടെ into the portion of your set syllabus, mesomeric effectum, resonance-ഉം ന്യൂക്ലിയോഫൈൽസും ഇലക്ട്രോഫൈൽസും എന്തൊക്കെയാണ് എന്നുള്ളത് കൃത്യമായിട്ട് ഡിസ്കസ് ചെയ്യുന്നതായിരിക്കും, വിച്ച് ഇസ് മോർ ടുവേർഡ്സ് യുവർ സിലബസ്. പക്ഷെ ഈ ഒരു പോർഷൻസ് ഒക്കെ ഇല്ലെങ്കിൽ നിങ്ങൾക്ക് മുമ്പോട്ട് പോകാനുള്ളത് ബുദ്ധിമുട്ടായിട്ട് വരും. അതുകൊണ്ടാണ് ഞാൻ ഇതെല്ലാം ഡീറ്റെയിൽഡ് ആയിട്ട് ഡിസ്കസ് ചെയ്തത്. നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്ത ചില ക്വസ്റ്റ്യൻസ് ഡോണ്ട് ടേക്ക് ഇറ്റ് ലൈറ്റ്ലി. എന്തായാലും ദർ ഇസ് ചാൻസ് ദറ്റ് യു വിൽ ഗെറ്റ് ദോസ് ക്വസ്റ്റ്യൻസ് ഇൻ യുവർ ക്വസ്റ്റ്യൻ പേപ്പർ. നെറ്റിനും ഒക്കെ ഈ സിലബസ് തന്നെ നിങ്ങൾക്ക് ഫോളോ ചെയ്യാൻ സാധിക്കും.